ഇത് മാർച്ച് 31 വ്ലോഗാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ അന്നക്കുട്ടി അപ്പുച്ചേട്ടനും വരുന്നുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ വിജയമാമിൻ്റെ ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇതേ ഓട്ടോ എത്തി നേരെ ഞങ്ങൾ പോകുന്നത് ദാസ് ബേക്കറിയിലേക്കാണ് കേട്ടോ. ഇത് അന്നക്കുട്ടിക്ക് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കാനാണ് ഭയങ്കര ഇഷ്ടം. കാരണം നമ്മൾ ഇരിക്കുമ്പോൾ ഇരിക്കണം, കയറി ഇരുന്ന് അവളുടെ കാലം ഇങ്ങനെ നിൽക്കില്ലല്ലോ, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ പകുതിക്ക് ഇറങ്ങിയാണ് ഇരിക്കുന്നത്. ദാസ് ബേക്കറിയിൽ വിളിച്ച് ഞാൻ ഓൾറെഡി എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പാക്ക് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ഏത്തപ്പഴം വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. എന്താണ് വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അക്കാഡമിക് ഇയർ കഴിഞ്ഞു. അപ്പോൾ തന്നെ ട്യൂഷനും സ്റ്റോപ്പായി. അപ്പോൾ പിള്ളേർക്കൊരു കുഞ്ഞ് ട്രീറ്റ് കൊടുത്ത് വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ സാധനങ്ങൾ വാങ്ങാൻ പോയതാണ്. 4:30 ഇപ്പോൾ വീട്ടിലെത്തി ഇവിടെ വാതിൽ അവിടെ കിടപ്പായിട്ടു. ഇതെല്ലാം എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് തന്ന ഗിഫ്റ്റ്സാണ്. 5 മണിക്കാണ് അവരെല്ലാം വരാൻ പറഞ്ഞത്, ശരിക്കുള്ള ട്യൂഷൻ ടൈമിൽ. പിന്നെ വന്നപാടെ ഞാൻ കുറച്ച് ഫ്രൂട്ടിയൊക്കെ എല്ലാവർക്കും കൊടുത്തു. പിന്നെ മാങ്ങ ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. എന്നും ട്യൂഷനല്ലേ, അപ്പോൾ ഒരു ദിവസം അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഗ്യാസ് ഷോർട്ടേജ് കൊണ്ട് ഒരിടത്തും ഫുഡൊന്നും കിട്ടുന്നില്ല. ഷോപ്പിലൊക്കെ പോയിട്ട് കിട്ടിയില്ല. അങ്ങനെ ഞാൻ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തു. ഇൻ കേസ് കിട്ടിയില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങി വെച്ചത്. കുട്ടികളുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കൂട്ടത്തിൽ ഒരാൾ ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് ആൾക്ക് ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അവൻ്റെ ഫുഡ് ഞാൻ കൊടുത്തു വിട്ടു കേട്ടോ കഴിക്കാനായിട്ട്, അല്ലെങ്കിൽ എനിക്കത് വിഷമാവും. അവരിങ്ങനെ ഗിഫ്റ്റ്സ് ഒന്നും കൊണ്ടുവരും ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. എല്ലാവരും കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇവരൊന്നും പ്ലാൻ ചെയ്യാതെ എല്ലാവരും ഇൻഡിവിജ്വലി അവർ ഗിഫ്റ്റ്സ് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ശരിക്കും ഞാൻ കാര്യം ഇത് കൊണ്ടുവരുമെന്ന് പറഞ്ഞെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വേണ്ടാന്ന് പറയുമായിരുന്നു. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തതല്ല. ഈ ഒരു വർഷം അവരെന്നെ ട്രസ്റ്റ് ചെയ്തു, അവരുടെ കുട്ടികളെ അയച്ചു. എനിക്ക് അവർ അത്രയും സപ്പോർട്ട് തന്നെ. അവരോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. കാണുന്നവർക്ക് ചിലപ്പോൾ ഒന്നും തോന്നുന്നില്ലായിരിക്കും, പക്ഷെ എനിക്ക് ഇത് വലിയൊരു കാര്യമാണ്. ഫോട്ടോയിൽ ഒരാൾ മിസ്സിംഗ് ആണ്, ആൾ നേരത്തെ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.